സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശം ചോദിച്ച ഒരു സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത്, നിസ്കരിക്കുമ്പോൾ വിട പറഞ്ഞു പോകുന്ന അവസാന നിസ്കാരമായി മറ്റെല്ലാതിൽ നിന്നും മനസ്സിനെ ഒഴിവാക്കി നിസ്കരിക്കുന്ന ഒരാളാവുക. രണ്ടാമത്തേത്, നീ സംസാരിക്കുന്ന ഒരു സംസാരത്തിന്റെ പേരിൽ നാളെ ഒരു ഒഴികഴിവ് ബോധിപ്പിക്കേണ്ടി വരുന്ന ഖേദിക്കുന്ന ഒരു അവസ്ഥയിൽ നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞു. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശം, വഅജ്മിഇൽ യഅസ മിമ്മാ ഫീ ഐദിൻ നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതിനെ തൊട്ട് നീ നിരാശനാവുക. ഒരാൾ ജനങ്ങളിലേക്ക് അവരെ ആശ്രയിക്കുന്ന, അവരുടെ ഔദാര്യം പറ്റി ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഔദാര്യം പ്രതീക്ഷിക്കുന്ന ഒരാളായി നീ മാറാതിരിക്കുക എന്നുള്ളത്. ജനങ്ങളുടെ കയ്യിലുള്ളതിനെ കുറിച്ച് നിനക്ക് നിരാശയാണ് ഉണ്ടാകേണ്ടത്. ഒരാൾ ഒരു കാര്യത്തെക്കുറിച്ച് നിരാശയിലായാൽ അവൻ അതിൽ നിന്ന് നിരാശ്രയനായി എന്ന് പറഞ്ഞത് കാണാം. അവന് പിന്നെ അതിലേക്ക് ആവശ്യക്കാരനാകുന്നില്ല. ഒരു മുഅ്മിൻ അവൻ ഏത് സമയവും അവന്റെ ഖൽബ് ബന്ധപ്പെടേണ്ടത് അല്ലാഹുവിലേക്ക് മാത്രമാണ്. അവന് നൽകുന്നത് അല്ലാഹുവാണ്, അവന് തടയുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹു നൽകുന്നതിലേക്കാണ് അവന്റെ ഖൽബ് ബന്ധപ്പെടേണ്ടത്. ആളുകൾ നൽകുന്ന, ആളുകളുടെ കയ്യിലുള്ളതിലേക്ക് ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ആ ഔദാര്യം പ്രതീക്ഷിക്കുന്ന ഒരാളായി നമ്മൾ മാറരുത്. നമ്മുടെ പ്രതീക്ഷകൾ മുഴുവൻ അല്ലാഹുവിൽ മാത്രമായിരിക്കണം. നോക്കൂ, അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹു നൽകുന്ന അവന്റെ ഫദ്ൽ കൊണ്ടാണ് ആളുകൾ മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്നത്. മറ്റുള്ളവർ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാളെല്ലാം ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് നമ്മുടെ ആശ്രയവും നമ്മുടെ പ്രതീക്ഷയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഔദാര്യവും എല്ലാം അല്ലാഹുവിൽ നിന്നാണ്, ജനങ്ങളുടെ കൈകളിലുള്ളതല്ല. അല്ലാഹു തആല പറഞ്ഞില്ലേ, വമയ്യ തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ആരാണോ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നത് അവൻ അല്ലാഹു മതിയായവനാണ്. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹ്, ഒരടിമക്ക് അല്ലാഹു മതിയായവനല്ലയോ? അതുകൊണ്ട് ജനങ്ങളുടെ കയ്യിലുള്ള അവരുടെ സ്വത്തോ സൗകര്യങ്ങളോ എന്തുമാവട്ടെ അതിനെ പ്രതീക്ഷിക്കുന്ന, ആ ഔദാര്യം പ്രതീക്ഷിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളായി നമ്മൾ മാറാൻ പാടില്ല. അല്ലാഹുവിലാണ് നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത്, അല്ലാഹുവിലാണ് നാം ആശ്രയിക്കേണ്ടത്, അല്ലാഹുവിലാണ് നാം പരമേൽപ്പിക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് കൊടുത്ത മഹത്തായ ഉപദേശങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഒന്നാമത്തേത് നമ്മുടെ നിസ്കാരം. ആ നിസ്കരിക്കുന്ന സമയത്തിൽ ഖൽബിനെ അല്ലാഹുവിലേക്ക് മാത്രം തിരിച്ച് മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നൊഴിവായി ഖുശൂഓടുകൂടി നമ്മുടെ അവസാന നിസ്കാരമാണ് എന്ന ബോധത്തിൽ നിസ്കരിക്കുക. രണ്ടാമത്തേത്, നാവിനെ നമ്മൾ പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരുന്ന, ഒരു ഒഴികഴിവ് പറയേണ്ടി വരുന്ന അവസ്ഥയില്ലാതെ നമ്മുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തേത്, ജനങ്ങളുടെ കയ്യിലുള്ളതിനെ ആശ്രയിക്കാതെ പ്രതീക്ഷിക്കാതെ എല്ലാ പ്രതീക്ഷയും ആശയും ആഗ്രഹവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.